ഹായ്, വെൽക്കം ടു ക്യൂട്ട് ശ്രിത. എൻ്റെ പേര് അഞ്ജലി. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് സാരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്, ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഒരു അച്ച് എടുത്തിട്ടുണ്ട്. അച്ച് നമുക്ക് എന്താ പറയുക, നോർമൽ വർക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ആദ്യം തന്നെ നമ്മൾ സെറ്റ് സാരി നിലത്ത് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പ്ലെയിനായ സ്ഥലത്ത് വേണം കേട്ടോ വിരിച്ചിടാനായിട്ട്. അപ്പോൾ അടിയിൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പറോ വേറെ എന്തെങ്കിലും ഷീറ്റോ നിങ്ങൾക്ക് വിരിക്കാവുന്നതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ തറയും നമ്മുടെ ക്ലോത്തും തമ്മിൽ ജോയിൻ്റ് ആയി പോകും, അതായത് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനും നമ്മുടെ തറ കേടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ചിൽ കുറച്ച് ഫാബ്രിക് പെയിൻറ്റ് ഒഴിച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഫാബ്രിക് പെയിൻറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പരത്തിയിട്ട് നമ്മുടെ അച്ച് അതിൽ അമർത്തിയിട്ട് ഒരു വേസ്റ്റ് തുണിയിൽ ആദ്യം നിങ്ങൾ വെച്ച് നോക്കണം ക്ലിയർ ആവണുണ്ടോയെന്ന്. എന്നിട്ട് നേരെ സാരിയിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, ഞാനിപ്പോൾ ഒന്ന് അതിൽ നമ്മുടെ സ്പോഞ്ചിൽ അമർത്തിയിട്ട് നേരെ സാരിയിലേക്ക് എടുത്ത് വെച്ച് അതുമേലൊന്ന് ബലം കൊടുക്കണേ, എന്നാലേ പെയിൻറ്റ് ചൊവ്വിന് സാരിയിലേക്ക് ആവത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കണ്ടോ, പച്ചിൻ്റെ എല്ലാ സൈഡിലും ഫാബ്രിക് പെയിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് വെച്ച് കഴിഞ്ഞ് ഒന്ന് അമർത്തി ചൊവ്വിനെ അമർത്തി കൊടുത്തില്ലെങ്കിൽ നോക്കി ചില ഭാഗത്ത് കണ്ടോ ഒരു ഗ്യാപ്പ് പെയിൻ്റ് ആവാത്ത പോലെ വരുന്നത്, അത് വരും. അത് ചിലപ്പോൾ നമ്മൾ സ്പോഞ്ചുമേൽ നമ്മൾ അമർത്തുമ്പോൾ ചിലപ്പോൾ സ്പോഞ്ചുമേലത്തെ പെയിൻറ്റ് അച്ചുമേൽ ചില ഭാഗത്ത് ആവാത്തതാവാം. അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ചൊവ്വിന് ശക്തി കൊടുക്കാത്തത് കൊണ്ടും ഇതുപോലെ പറ്റുണ്ടാവും. അപ്പം ഞാനിത് ചെരിച്ച് വെച്ചാണ് കേട്ടോ ചെയ്യണത്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരെ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചെരിച്ച് വെച്ച് അതുമേൽ അമർത്തി കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളില്ലേ, അത് നമുക്ക് പിന്നെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് അച്ച് വെച്ച് തന്നെ ഇങ്ങനെ അമർത്തി എല്ലാ ഭാഗത്തേക്കും ഡിസൈൻ കരഭാഗത്ത് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കരഭാഗത്തല്ലെങ്കിലും നിങ്ങൾക്ക് നടുഭാഗത്തായാലും എവിടെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ. ഇപ്പോൾ അച്ച് നമ്മുടെ മെറ്റീരിയൽസ് ഇപ്പോൾ എല്ലാവരും അറിയാം, ഓരോ ഭാഗത്ത് ഇങ്ങനെ വർക്ക് മെറ്റീരിയൽസ് ഏതൊക്കെ ഷോപ്പുകളിലൊക്കെ കിട്ടും എന്നല്ലേ. ഇപ്പം എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പം ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ പോയി വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഒരുപാട് പഴയ സെറ്റ് സാരി, നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മുടെ അമ്മമാരുടെ കയ്യിൽ എന്തായാലും ഒരുപാട് സെറ്റ് സാരീസ് കാണൂല്ലേ. ഇപ്പോഴത്തെ ആരും അങ്ങനെ സെറ്റ് സാരീസൊന്നും എടുക്കാറില്ല, എല്ലാവരും ടോപ്പൊക്കെയാണ്. അപ്പം അത് നമുക്ക് ചിലപ്പോൾ ഒരെണ്ണം തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാവും, ഒരുപോലത്തെ മോഡൽ ഒരുപാട് എണ്ണം ഉണ്ടാവും ചിലപ്പോൾ അല്ലേ അമ്മമാരുടെ കയ്യിൽ. അപ്പം നമുക്ക് അതൊക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. നേരായിട്ട് ചെയ്താൽ നമുക്കത് പുറത്തേക്ക് എടുക്കാമല്ലോ. ഇതിപ്പോൾ എൻ്റെതല്ല, നമ്മുടെ അയൽവക്കത്തൊരു ചേച്ചിയാണ് പറഞ്ഞതൊന്ന് ചെയ്ത് കൊടുക്കുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ ഫില്ലാവാത്ത ഭാഗത്തുണ്ടല്ലോ, നമ്മൾ ബ്രഷും ഫാബ്രിക് പെയിൻറ്റും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫില്ല് ചെയ്യുമ്പോൾ അതൊന്നുകൂടി നല്ല ഫിനിഷിങ്ങിലായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ചില ഭാഗത്തേ ഉണ്ടാവുള്ളൂ, ചില ഭാഗത്ത് മാത്രം ചെറുതായിട്ട് കളറ് പിടിക്കാത്ത പോലെ നമുക്ക് ഫീലാവും എന്നല്ല, ചൂനി അങ്ങനെ പറ്റും. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാരിയുടെ തുമ്പത്ത് മാത്രമല്ല, നമുക്കിത് എന്താ പറയുക, എല്ലാ ഭാഗത്തും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ പഴയ സെറ്റ് സാരീസൊക്കെ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്തെടുത്ത് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ എന്തായാലും സെറ്റ് സാരീസ് നമ്മൾ പുറത്തെടുക്കാൻ പോകുമ്പോഴും ഇതുപോലത്തെ വർക്ക് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് തന്നെ ഇത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയല്ലേ നല്ല കാര്യം. അപ്പോൾ എല്ലാ ഭാഗത്തും അതുപോലെ പെടാത്ത ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ബ്രഷ് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബൊക്കെ തരണേ. ഒരുപാട്
പെയിൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പാത്രത്തിൽ നേരിട്ട് പെയിൻറ്റ് ഒഴിച്ച് അതിൽ അച്ച് മുക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് പെയിൻറ്റ് പോരും. അപ്പം നമ്മൾ തുണിയിൽ അയച്ചമർത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഡിസൈൻ കിട്ടത്ത് പോലുമില്ല. കാരണം അയച്ചമർത്തുമ്പോൾ ഒരുപാട് പെയിൻറ്റ് അയച്ചമ്മ പോന്നിട്ടുണ്ടാകും. അപ്പം എന്താ പറയുക, തുണിയിൽ ആകെ അത് പരന്ന് ഒരു ഡിസൈനും പോലും ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്പോഞ്ചുമ്മൽ പെയിൻറ്റ് ഒഴിക്കുന്നത്. സ്പോഞ്ചുമ്മ പെയിൻറ്റ് ഒഴിക്കുമ്പോൾ സ്പോഞ്ച് നോർമലി പെയിൻറ്റ് കുടിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ആ പെയിൻറ്റ് അതുമ്മലേക്ക് തന്നെ വന്ന് പിടിക്കുകയും ചെയ്യും, അച്ചുമ്മലേക്ക് പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നേരിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ബൗളിലേക്ക് ഒഴിക്കാത്തത്. ഇപ്പോൾ കണ്ടോ, ഞാൻ എല്ലാ കരവശത്തും തലവശത്തൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ കമൻറ്റ്സ്